നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയാണ്. പുതുച്ചേരി, പോണ്ടി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് കോളനിയാണ് കേട്ടോ ഇത്. 1954 വരെ വീണ്ടും തമിഴ്നാടിൻ്റെ സ്റ്റേറ്റിൻ്റെ ബോർഡർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടി ആയിട്ട് പിന്നീട് അത് മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടിച്ചേരിൻ്റെ വേറെ ഒരു അറ്റമുണ്ട്. അത് നമ്മളെ കേരളത്തിലെ കണ്ണൂരിൻ്റെ ബോർഡർ ചെയ്തിട്ടുള്ള മാഹി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗവും തമിഴ്നാടിൻ്റെ പോണ്ടിച്ചേരിയും അതേപോലെ കേരളത്തിന്റെ ബോർഡർ ചെയ്തിട്ടുള്ള മാഹിയും അത് രണ്ടും ബന്ധിപ്പിച്ചിട്ട് PRTCന്റെ ഒരു അൾട്രാ ഡീലക്സ് സെമി സ്ലീപ്പർ ക്ലാസ് ബസ്സിലെ യാത്രയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് TNSTCന്റെ ബസ്സുകളാണ് നമുക്ക് ഇവിടെ അധികം കാണാം. പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ആ സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം TNSTCന്റെ ബസ്സുകളാണ്. ഇവിടുന്ന് എറണാകുളത്തോട്ടൊക്കെ സർവീസ് ഉണ്ട്. എറണാകുളം, തൃശ്ശൂർ, പിന്നെ അതേപോലെ കേരളത്തിലുള്ള നമുക്ക് പോകാനുള്ള മാഹിയിലോട്ടുള്ള ബസ് അതാ വരണം. ആ വൈറ്റ് കളർ ബസ്സില്ലേ, ആ ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ള PRTCന്റെ പുതിയ അൾട്രാ ഡീലക്സ് ബസ്സാണ്. PRTC പറഞ്ഞാൽ പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ യൂണിയൻ ടെറിട്ടറിന്റെ RTC ആണ് കേട്ടോ. അപ്പം അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പ്രകാശ് ബോർഡിലുള്ള സെമി സ്ലീപ്പർ non-AC ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് PRTCന്റെ ബസ്സിൽ കേരളത്തിലോട്ട് പോകുന്നത് കേട്ടോ. അത് ഈ സ്റ്റാൻഡിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ മലയാളത്തിൽ ബോർഡ് ഉണ്ടാവും. കാരണം ഈ പോണ്ടിച്ചേരിയും മാഹിയും രണ്ടും ഒരേ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ അതിലോട്ട് ബന്ധിപ്പിച്ചിട്ട് കേരള RTCന്റെ ഒരു AC ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ എയർ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡിന്റെ വീതി കൂടുന്നതാണ് കേട്ടോ ഇവരെ വിചാരം. ഇവരെ ഹോണ് സഹിക്കാൻ കഴിയില്ല കേട്ടോ. നല്ല കിടിലൻ ബസ്സാട്ടോ. ഇവിടെ സ്റ്റാൻഡിൽ ഫുൾ അടിയുണ്ടോ. മഴയൊക്കെങ്കിൽ ഒരു സമാധാനത്തോടെ വീഡിയോ എടുക്കാനും പറയാനും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ സ്റ്റാൻഡിനുള്ളിലൊക്കെ ഉണ്ടല്ലോ ബസ് കയറ്റിയിരുന്ന സ്ഥലത്ത് ബൈക്കെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബസ്സിനെ കുറിച്ച് പറയാം. അതങ്ങനെ പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ലോഗോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബസ് മുന്നേ ഒരു ദിവസം കാലിക്കറ്റ് കോഴിക്കോട് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഈ ബസ് ഇറങ്ങിയത് അറിഞ്ഞത് കേട്ടോ. ഒരു 2 ആഴ്ച എങ്ങാനായിട്ടുള്ളൂ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം TNSTCന്റെ അൾട്രാ ഡീലക്സ് സെയിം ക്ലാസ് സർവീസ് തന്നെയാണ് ഈ പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഈ ഒരു ബസ് കേട്ടോ. ഈ ബസ്സിന് ക്യാബിന് ഡോറൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ ക്യാബിൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. കയറി നോക്കണം ക്രൂ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ബസ്സിന് ഫ്രണ്ട് തന്നെ റൂട്ട് ബോർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഹി വിയ കടലൂർ, നെയ്വേലി, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, അവിടുന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് വഴി മാഹി വരെയാണ് ഈ ബസ്സിൻ്റെ സർവീസ്. ഈ സൈഡിൽ PRTC മാഹി എന്നൊക്കെ എഴുതിച്ച് നല്ല രസമുണ്ട്. വണ്ടി കാണാൻ വേറെ ലെവൽ തന്നെ. അതിൻ്റെ ഈ ഒരു പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ ബസ്സിൻ്റെ ഇന്റീരിയറൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കാം. പ്രകാശ് വെഗയാണ് കേട്ടോ ഇതിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അല്ലേ, പ്രകാശ് വെഗ ബോഡിയുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ, ആ ഒരു ടൈപ്പാണ് ഈ ഒരു സംഭവം കേട്ടോ. വണ്ടി എന്തായാലും കൊള്ളാം. ഇതിങ്ങനെ തന്നെ ഇവർ കൊണ്ടുവരുന്നതിന് അടിപൊളിയാവും. വൈകിട്ട് 5:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാവിലെ 8 മണിക്കാണ് കേട്ടോ ഇത് പോണ്ടിച്ചേരി എത്തുന്നത്. ഏകദേശം സൂപ്പർ ലോങ് ജേണിയാണ്. 620 കിലോമീറ്ററോളാണ് നമ്മൾ ഇന്നത്തെ യാത്രാ ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. നല്ല കിടിലൻ ഡിസൈനിൽ നമ്മളൊരു സ്കാനിയ ബസ്സില്ലേ KSRTCൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്കാനിയ ബസ്സിൻ്റെ ഫസ്റ്റത്തെ ആ സീറ്റില്ലേ ഇൻറ്റീരിയറിലുള്ള ആ നീല കളർ സീറ്റ്, അതേപോലത്തെ സീറ്റുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പുഷ് ബാക്ക് സെമി സ്ലീപ്പർ സീറ്റുകളാണ്. വണ്ടിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ടോട്ടൽ 45 സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല പണ്ടത്തെ ആ സ്കാനിയയിൽ ഉണ്ടായിരുന്ന സെയിം സീറ്റ് നമ്മളെ കേരള RTCൻ്റെ സ്കാനിയയിലും പിന്നെ സ്കാനിയ മൾട്ടി ആക്ച്വലി ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഓൺ ബോഡിയിൽ ഇറങ്ങിയ സമയത്തുള്ള ആ സെയിം സീറ്റിംഗ് ആണ് ഇതിൻ്റെ അതും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുത്തൂറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സീറ്റുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു ഹാച്ച് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇത് non-AC ആണല്ലോ. നല്ല ചൂട് കാലത്തൊക്കെ ഇതില്ലെങ്കിൽ ഭയങ്കര സീനായിരിക്കും. അപ്പം ഈ സൈഡിലൊക്കെ ബ്ലൂ കർട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. ഫ്രണ്ടിലൊരു TV ഉണ്ട്. അപ്പോൾ ഇതിലെ യാത്ര കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഫുള്ളി എയർ സസ്പെൻഷൻ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ പൊളി, ഒരു രക്ഷയില്ല. ഇങ്ങനെ എടുക്കണം ഈ സെമി സ്ലീപ്പർ ബസ്സുകളൊക്കെ. non-AC ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ നാട്ടിലുള്ള പോലത്തെ മറ്റേ സ്വിഫ്റ്റിൻ്റെ ഒക്കെ സീറ്റുകൾ കണ്ടില്ലേ, അതൊക്കെ വെച്ച് നോക്കുന്നത് ഇതൊക്കെ എത്രയോ ഭേദമാണ്. സൂപ്പർ സീറ്റുകളാണ് കേട്ടോ ഇത്. കൊള്ളാം. പക്ഷേ കുറച്ച് ഫെയർ ഉണ്ട്. 700 രൂപയുണ്ട് non-AC. 725 രൂപ PRTC എന്ന വെബ്സൈറ്റ് കൂടിയാണ് ഞാൻ ബുക്ക് ചെയ്തത് കേട്ടോ. PRTC.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കയറി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിന് ഇവിടെ ഒരു ഡോറ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അശോക് ലൈലാൻഡിൻ്റെ കേസിൽ പ്രകാശ് ബോർഡ് ചെയ്തിട്ടുള്ള പ്രകാശ് വേഗ BS6 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ സീറ്റ് നമ്പർ 3 ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. സീറ്റ് നമ്പർ 3യിലാണ് ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ സീറ്റ്. പക്ഷേ
നമ്മളെ നാട്ടിലുള്ള നോൺ എ സി ബസ്സുകളെ പോലെ ഡ്രൈവറെ ക്യാബിൻ നമ്മൾ തീരെ കാണാൻ പറ്റില്ല ഇവിടെ. ഇത് പക്ക ടൂറിസ്റ്റ് ബസ് മോഡലുള്ളതാണ് കേട്ടോ. പ്രകാശ് വേഗയിൽ എല്ലാ ബസ്സും ഇങ്ങനെയാണെന്ന് അറിയില്ല. സ്ലീപ്പർ ബസ്സിലുള്ള പോലെ തന്നെയാണ് സംഭവം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട് ക്യാബിൻ മറച്ച ഒരു നോൺ എ സി ബസ്സിൽ യാത്ര ചെയ്യുന്നത്. സീറ്റ് നമ്പർ 3 ഈ സീറ്റാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഈ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് മാറിയിരുന്നതാണ്. എനിക്കറിയില്ലായിരുന്നല്ലോ ഇവിടെ ഇങ്ങനെ നമുക്ക് ക്യാബിൻ റൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോയിട്ട് ഇരിക്കണം. അത് ഡ്രൈവറെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കണം ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ. ഇവർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും ഫ്രണ്ടിൽ ഇത്ര ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ കാലും കൂടെ കയറ്റി വെക്കാൻ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ഉള്ളത്. 600 കിലോമീറ്റർ ട്രിപ്പിന് ഈ വണ്ടിയൊക്കെ സെറ്റാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് യാത്ര ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ആ ഭാഗത്താണെങ്കിൽ കാല് വെക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മിസ്സായി. അല്ല ഒന്ന് മടിക്കായിട്ട് കാലിന് മുകളിൽ കെട്ടിച്ചിട്ടൊക്കെ പോവാം. എന്തായാലും നമുക്ക് യാത്ര തുടങ്ങട്ടെ. ഇതാണ് PRTC ബസ് സ്റ്റാൻഡ്. പോണ്ടിച്ചേരിൻ്റെ മെയിൻ ട്രാൻസ്പോർട്ട് ഈ ഒരു റോഡ് വഴി തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു പോണ്ടിച്ചേരി എയർപോർട്ട് ഉണ്ട് കേട്ടോ. നിയറസ്റ്റ് ടൗൺ ചെന്നൈ ആണ്. ചെന്നൈയിലോട്ട് ഇവിടുന്ന് ഒരുപാട് ബസ്സുകൾ കാണാൻ പറ്റും നമുക്ക്. അതെല്ലാം ചെന്നൈ പോകുന്ന ബസ്സുകളാണ്. ഇങ്ങനത്തെ AC ബസ്സുകൾ സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ PRTCൻ്റെ അതിൽ വോൾവോ AC ബസ്സുകളുണ്ട്. ചെന്നൈയിലോട്ട് ഡെയിലി ഒരുപാട് ട്രിപ്പുകൾ അവർ നടത്തുന്നുണ്ട്. ഇവിടുത്തെ പോലീസുകാരെ യൂണിഫോമുകളുണ്ടാവും. ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് തൊപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ തൊപ്പിയിട്ട് ആൾ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും. ഇവരെ എപ്പോഴും ആ ഒരു പണ്ടത്തെ ഒരു വൈബ് കീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് യൂണിഫോമുകളൊക്കെ പല സ്റ്റാഫുകൾക്കോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ചേട്ടനാണ് നമ്മൾ അന്നത്തെ ഡ്രൈവർ. ബസ് പുറത്തോടെ എടുക്കാന്ന് പറഞ്ഞാൽ ചട്ടങ്ങളുണ്ടാവും. കാരണം ഇവിടെ ആൾക്കാർ അങ്ങനെയും ഒരു ഓർഡർ ഇല്ല, ഒരു കാര്യത്തിനുള്ള ഒരു ഓർഡർ ഇല്ല. കുത്തി അങ്ങോട്ട് കയറുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ കോഡാണല്ലോ. കേരള വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഭാരത് ബെൻസ് ഗ്ലൈഡറാണ് കേട്ടോ ഇത്. സെമി സ്ലീപ്പർ. യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതിൽ ബുക്കിംഗ് പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവാണ്. ഞാൻ വീക്കെൻഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ടും ബുക്കിംഗ് പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ടക്ടർ. നമ്മൾ KSRTCൻ്റെ പണ്ടത്തെ യൂണിഫോമിൻ്റെ നീല കളർ യൂണിഫോം ഇപ്പോൾ കാക്കി തന്നെ ആയിട്ടുണ്ട്. നീല കളർ യൂണിഫോമാണ് ഇവർക്ക്.
കുറേ സൈൻ ബോർഡൊക്കെ കാണാം. ചിദംബരം കടലൂർ കോട്ട കടലൂർ ബസ് സ്റ്റാൻഡ്. മാലിൻ്റെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഈ കടലൂർ പറഞ്ഞ സ്ഥലം. ബസ്സിൽ 42 ഇഞ്ച് കിട്ടില്ല LED ആൻഡ്രോയിഡ് TV വരെ ഉണ്ട് കേട്ടോ. കൊള്ളാം. പാനസോണിക്കിൻ്റെ TV ആണ്, ആൻഡ്രോയിഡ് TV ആണിത്. 42 ഇഞ്ച് സെറ്റപ്പ് ആണ് അവർ, ഒന്നും പറയാനില്ല. യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബിൽ നമ്മളെ വീഡിയോ പ്ലേ ചെയ്യാൻ പറഞ്ഞല്ലോ, അവിടെ പൊളിക്കായിരുന്നു. നമ്മളങ്ങനെ വടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. അവിടെ മാർക്കറ്റിൽ നിന്നൊക്കെ മൈക്ക് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുന്നതാണ് കേൾക്കുന്നത്. തമിഴ്നാട്ടിൽ ഏതൊരു ടൗണിൽ എത്തിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് അവിടെ നിർബന്ധമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരുപാട് വലിയ വലിയ കടകളൊന്നല്ല ഉണ്ടാവും. അങ്ങനെ ഗുഡ്സുകളിലും ചെറിയ കുട്ടി വണ്ടികളുണ്ടല്ലേ, അതിനകത്താണ് എല്ലാ സാധനവും കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. പച്ചക്കറികളും ഓരോ സാധനങ്ങളും ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ ഉണ്ടാവും കേട്ടോ. അധികം ഇവിടെ ഫുള്ള് കൾട്ടിവേഷൻ, അതായത് ഫാർമിങ് നടക്കുന്ന സ്ഥലമാണ്. നല്ല രസമാണ് തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. കാരണം ഫുള്ള് വലിയ മാർക്കറ്റാണ്. വടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സേലത്തേക്ക് 180 കിലോമീറ്റർ ആണുള്ളത്. 180 കിലോമീറ്റേഴ്സാണ് ബാക്കിയുള്ളത്. നമ്മൾ തമിഴ്നാട്ടിലുള്ള ഈ റൂട്ടിലുള്ള എല്ലാ ടൗണിലും കയറിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ബസ്സുകളെല്ലാം ഈ സിറ്റിനുള്ളിൽ കയറിയിട്ടാണ് പോവുക. പ്രൈവറ്റ് ബസ് പോകുന്ന പോലെ ബൈപ്പാസ് അല്ല പോവുക. ഇത് ഒരു വലിയൊരു ടൗണിലാണ് എത്തിയത് കേട്ടോ. കറക്റ്റ് അറിയില്ല ടൗണിൻ്റെ പേരെന്താണ്. ഇരുന്നാലേ പറഞ്ഞത്. ഈ തമിഴ്നാട്ടിലുള്ള എല്ലാ ബസ്സുകളിലും ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. കോപ്പിറൈറ്റ് സീനാണത്. സമയം 9:40 ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിൽ നിർത്തിയാട്ടോ. നമ്മളൊന്ന് ബസ്സിലാണ്. രാത്രി ബസ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി പെയിൻറ്റിങ് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. വണ്ടി കിട്ടില്ല ലുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു രാമാസ് കഫേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് നിർത്തിയത്. ഇവിടെ ഒരു 10-200 ബസ്സിന് നിർത്താനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്ര വലിയൊരു പാർക്കിംഗ് സ്പേസ് കണ്ടിട്ടില്ല. ആകെ ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. വലിയൊരു ടോയ്ലറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട് നമുക്ക് ഈ ഹോട്ടലിൽ എന്താ ഫുഡ് കഴിക്കാനുള്ളത് നോക്കാം കേട്ടോ. ഇവിടെ കുറേ ലോറികളും നിർത്തിയിട്ടുണ്ട്. കിഡിലും പാർക്കിംഗ്. ഇത് എനിക്കൊന്ന് പകലൊക്കെ ഇവിടെ നല്ല ബസ്സുകളൊക്കെ ഒന്ന് നിർത്തലുണ്ടെന്ന് തോന്നുന്നുട്ടോ. ഒരു വെജ് ഹോട്ടലാണ് കയറുന്നത്. എന്തായാലും ഗൂഗിൾ പേ ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണി പാളി. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഹോട്ടൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് എത്ര ബസ്, ഒരു 3-4 ബസ് വന്നു കഴിഞ്ഞാലും ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത്. നല്ല വിശപ്പുണ്ട്. വേറെ എന്ത് കഴിച്ച് കഴിഞ്ഞാലും വയറെന്നറിയില്ല, അത്രയ്ക്ക് വിശപ്പുണ്ട്. ഇവിടെ പൊറോട്ട ഇങ്ങനെയായിട്ട് കിട്ടുക. ഭയങ്കര കട്ടിയുള്ള പൊറോട്ടയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയും കുറച്ച് തൈരും. ഇങ്ങനെയാണ് ഈ തമിഴ്നാട് ഏരിയയിൽ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക. കൊള്ളാം. എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തമിഴ്നാട് ഏരിയയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സാധനം കഴിക്കാറുണ്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരം ഇവിടെ നിർത്തിട്ടോ. ഒരുപാട് സമയം ഇവിടെ നിർത്തി. ഇവിടെ വേറൊരു SCTCൻ്റെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് സേലത്തേക്കാണ്. ഇപ്പോഴാണ് നമുക്ക് 4 ലൈൻ റോഡൊക്കെ വന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇനി സേലത്തേക്ക് ഒരു 100 കിലോമീറ്ററിൻ്റെ താഴെയാണ് ഇനി ഓടാനുള്ളത് കേട്ടോ. ഡ്രൈവറും ഒരു കണ്ടക്ടറാണ് ഉള്ളത്. ടോട്ടൽ 3 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടുന്ന് ഫസ്റ്റ് ഡ്രൈവർ ചേഞ്ച് മാറിയിട്ടോ.
ഫസ്റ്റ് ഡ്രൈവർ, ഇതുവരെ കണ്ടുപിടിച്ച ആൾ മാറി, സെക്കൻഡ് ഡ്രൈവർ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 1300 1350 കിലോമീറ്ററോളം ഉള്ള ട്രിപ്പാണ്. അതുകൊണ്ടായിരിക്കാം ഇത് രണ്ട് ഡ്രൈവർ ഒരു കണ്ടക്ടറും ആയത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് എൻ്റെ തമ്മനയിൽ പറയരുത് ഇത്ര കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് കാണുന്ന റൂട്ടിലല്ല ബസ്സുകൾ സർവീസ് നടത്തുക. അപ്പോൾ കിലോമീറ്റർ നമ്മൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ വണ്ടിൻ്റെ ഓഡോമീറ്ററും ട്രാവൽ ചെയ്ത റൂട്ടൊക്കെ നോക്കിയിട്ടാണ് തമ്മനയിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയൽ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഷോർട്ടസ്റ്റ് റൂട്ടൊക്കെ ആയിരിക്കും കേട്ടോ കാണിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്നേരം നമ്മൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക.
1:47 ആയിട്ടോ. നമ്മളന്നിപ്പോൾ കോയമ്പത്തൂരാണ് എത്തിയത് കേട്ടോ. സമയം 6:51 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് നമ്മൾ. ഇവിടെ 1-2 പാസഞ്ചേഴ്സ് ഇറങ്ങാനുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിനുള്ളിലാണ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലുള്ളത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ രാവിലെ ആയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ബസ്സുകളൊക്കെ കുറേ പോയിട്ടുണ്ട്. കർണാടക ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഐരാവത് വോൾവോ B11R സെമി സ്ലീപ്പർ ബസ്സാട്ടോ കാണുന്നത്. ഇവിടേക്ക് വോൾവോ സ്ലീപ്പർ ബസ്സുകളില്ല. കർണാടക മാത്രമാണ് കോഴിക്കോട് ബാംഗ്ലൂർ വോൾവോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ KSRTCൻ്റെ ട്രിവാൻഡ്രം കോഴിക്കോട് വഴി ബാംഗ്ലൂർ പോകുന്ന വോൾവോകളും ഉണ്ട് കേട്ടോ. കണ്ണൂർ സൈഡിലോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെ ഉണ്ടോ നിർത്തുക. ഈ സൈഡിലൊക്കെയാണ് കണ്ണൂർ സൈഡിലേക്ക് പോകുന്ന ബസ്സുകൾ. അതുകൊണ്ടായിരിക്കും ഇവർ ഇവിടെ ബസ് നിർത്തിയത്.
അടുത്തിട്ടാണ് മാഹി ബോർഡർ വിടുകയാണ്. മാഹി ബോർഡർ അങ്ങനെ സമയം 8:50 ആയ സമയത്ത് നമ്മളിവിടെ PRTCൻ്റെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ചെറിയ സ്ഥലമാണ് PRTCൻ്റെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ ചെറിയൊരു PRTCയിലാക്കുന്ന പുതുച്ചേരി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഗവൺമെൻറ് ഓഫ് പുതുച്ചേരി അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൻഡ്രാം ഒരു ചെറിയൊരു ബസ് ഇങ്ങനെ കാണാം, ഒരു സിറ്റി ബസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ കൂടാനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. PRTCൻ്റെ ഒരു ചെറിയൊരു ബോർഡ് അവിടെ കാണാം. പിന്നെ അവിടെ പുതുച്ചേരിയിലുള്ള വോൾവോൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ PRTC റിസർവേഷൻ കൗണ്ടറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഗൂഗിൾ പേ സംവിധാനം ഇല്ലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് ഇവിടുത്തെ സിറ്റിയിലോടാനുള്ള കേട്ടോ. മാഹി റെയിൽവേ സ്റ്റേഷൻ, മാഹി പാലം ഇവിടെ ഉള്ളിലോടാനുള്ള വണ്ടിയായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം 15 മണിക്കൂർ 700 കിലോമീറ്റർ നല്ലൊരു കിടിലൻ ഒരു ട്രിപ്പായിരുന്നു. PRTCൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ടും കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഏർക്ക് ഇവിടെ എത്തേണ്ടതാണ്, പക്ഷേ എത്തിയത് 8:50 1 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റ് ഉണ്ട്. കാരണം ഇത്ര ലോങ് ട്രിപ്പല്ലേ. അപ്പോൾ അതൊരു ലേറ്റൊന്നും നമ്മൾ നോക്കണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ചെറിയ റോഡിലൊക്കെ ഓടി വരുന്നതാണ്. ഇതിനവിടെ റോഡ് പണി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരു അടിപൊളി യാത്രയായിരുന്നു ഇത്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു PRTCൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഒരു പുതിയ ബസ് വന്നല്ലോ, അപ്പോൾ ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എനിക്ക് കിട്ടില്ല, നമുക്ക് ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം മാഹി.